മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു താരസംഘടനയുടെ നിലപാടുകൾ ഇത്രയധികം പൊതുവിചാരണയ്ക്ക് വിധേയമാവുകയും വലിയ ധാർമ്മിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്ത സന്ദർഭം മറ്റൊന്നുണ്ടാവില്ല. 2017 യുവനടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയും ചെയ്ത കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ അന്ന് താരസംഘടനയായ അമ്മയുടെ നേതൃത്വം സ്വീകരിച്ചതും വിവാദമായതുമായ നിലപാടുകൾ വീണ്ടും പൊതുമണ്ഡലത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. ഈ സംഭവം മലയാള സിനിമാ ലോകത്തെ പിടിച്ചുലയ്ക്കുകയും നീതി, സൗഹൃദം, സംഘടനയുടെ ഉത്തരവാദിത്തം എന്നീ വിഷയങ്ങളിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയുടെ പങ്ക് പുറത്തു വരുന്നതിന് മുൻപായിരുന്നു അമ്മയുടെ ജനറൽ ബോഡി യോഗവും തുടർന്നുണ്ടായ പത്രസമ്മേളനവും. 2017 ജൂൺ 29 കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു താരസംഘടനയുടെ ജനറൽ ബോഡി യോഗം നടന്നത്. യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ അന്ന് അമ്മയുടെ പ്രസിഡന്റായിരുന്ന അന്തരിച്ച നടൻ ഇന്നസെന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ താരങ്ങളും നേതാക്കളും പങ്കെടുത്തിരുന്നു. യോഗത്തിലെ തീരുമാനങ്ങൾ വിശദീകരിച്ച ശേഷം പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ ഒരുങ്ങവെയാണ് മാധ്യമപ്രവർത്തകർ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചത്. അമ്മ അംഗമായ ഒരു യുവനടിക്ക് നേരെ നടന്ന അതിക്രമം, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ഉയർത്തിയ ആശങ്കകൾ എന്നിവ മുൻനിർത്തിക്കൊണ്ടുള്ളതായിരുന്നു ചോദ്യങ്ങൾ. ഈ സുപ്രധാന വിഷയം യോഗത്തിൽ ചർച്ചയായില്ല എന്നായിരുന്നു ഇന്നസെന്റിന്റെ ആദ്യ മറുപടി. വിഷയം അംഗങ്ങളാരും ഉന്നയിച്ചില്ലെന്നും അതിനാൽ ചർച്ച ചെയ്തില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഇത് മാധ്യമപ്രവർത്തകരെ തൃപ്തരാക്കിയില്ല. കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നതോടെ ഭരണസമിതിയിലെ ചില പ്രമുഖർ ക്ഷോഭത്തോടെ പ്രതികരിക്കാൻ രംഗത്തെത്തി. അന്നത്തെ ഭരണകക്ഷി MLA-മാർ കൂടിയായിരുന്ന മുകേഷ്, KB ഗണേഷ് കുമാർ എന്നിവരുടെ പ്രതികരണങ്ങളാണ് മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ പ്രകോപിപ്പിച്ചത്. സംഘടനയുടെ നേതാക്കൾ എന്നതിലുപരി ജനപ്രതിനിധികൾ കൂടിയായ ഇവരുടെ പ്രസ്താവനകൾ കൂടുതൽ ഗൗരവമേറിയതായി. ആരോപണ വിധേയനായ നടൻ ദിലീപുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് മുകേഷിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. ദിലീപിനെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ടോ, കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളോട് അദ്ദേഹം അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്. ഒറ്റപ്പെടുത്തിയെങ്കിൽ എങ്ങനെയാണ് ദിലീപ് ഇവിടെ ഇരിക്കുന്നത്? ഇത്തരം അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട എന്ന് മുകേഷ് പറഞ്ഞു. എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. ക്ഷമയുടെ അവസാനത്തിലാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമ പ്രവർത്തകർക്ക് നേരെ കൈ ചൂണ്ടി സംസാരിച്ചു. ഈ പ്രതികരണം മാധ്യമ സ്വാതന്ത്ര്യത്തോടും ചോദ്യങ്ങളോടുമുള്ള സംഘടനയുടെ അസഹിഷ്ണുതയെയാണ് വെളിവാക്കുന്നത്. മുകേഷിന് പിന്നാലെ സംസാരിച്ച ഗണേഷ് കുമാർ നടിയോടുള്ള പിന്തുണയേക്കാൾ ഏറെ ആരോപണ വിധേയനായ നടന് വേണ്ടി ശക്തമായി വാദിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം നടത്തിയ പ്രസ്താവന താരസദസ്സിൽ കരഘോഷമുയർത്തി. എന്നാൽ പുറത്തു വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചു. വിഷയത്തിൽ സംഘടന ഒറ്റക്കെട്ടാണ്. ആടിനെ പട്ടിയാക്കിയും പട്ടിയെ പേപ്പട്ടിയാക്കിയും തല്ലിക്കൊല്ലാൻ ശ്രമിച്ചാൽ നടക്കില്ല. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും അമ്മയുടെ മക്കളാണ്. അവരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും അവരെ വേട്ടയാടാൻ വിട്ടുതരില്ല എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ വാക്കുകൾ. ഇരുഭാഗത്തുമുള്ളവരെ സംരക്ഷിക്കുമെന്ന ഈ പ്രസ്താവന വാസ്തവത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായ വ്യക്തിയേക്കാൾ ആരോപണ വിധേയനായ താരത്തിന് അനുകൂലമായ നിലപാടായി പൊതുസമൂഹം വിലയിരുത്തി. ദിലീപിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളാണെന്ന് നടൻ ദേവനും ഇതേ സമയം പ്രതികരിച്ചു. മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ചകൾ കേസിന്റെ ദിശ മാറ്റാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ആരോപണ വിധേയനായ നടനെ ഒറ്റപ്പെടുത്തിയതിനെതിരെ സംസാരിക്കാൻ അമ്മയുടെ നേതാക്കൾ കാണിച്ച വ്യഗ്രത അതിജീവിതയായ അംഗത്തിന് നീതി ലഭിക്കുന്നതിനോട് അവർ കാണിച്ച നിസ്സംഗതയുമായി താരതമ്യം ചെയ്യുമ്പോൾ സംഘടനയുടെ മുൻഗണനകളെക്കുറിച്ചും ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു. ഒരു യുവ നടിക്ക് നേരെ ഉണ്ടായ ക്രൂരമായ അതിക്രമത്തിൽ കുറ്റവാളിയെന്ന് ആരോപിക്കപ്പെട്ടയാൾക്ക് പിന്തുണ നൽകുന്ന തരത്തിൽ താരനേതാക്കൾ സംസാരിച്ചത് മലയാള സിനിമാ ലോകത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കിടയിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കി. ഈ വിവാദ പത്രസമ്മേളനം താരങ്ങളുടെ വ്യക്തിപരമായ സൗഹൃദങ്ങളും സാമ്പത്തിക ബന്ധങ്ങളും സംഘടനയുടെ പൊതു നിലപാടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഉദാഹരണമായി മാറി. വിമർശനം ശക്തമായതോടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് ചലച്ചിത്ര ലോകത്തെ പ്രമുഖരായ വനിതകൾ പരസ്യമായി രംഗത്തെത്തി. പ്രമുഖ നടിമാർ ഉൾപ്പെടെയുള്ളവർ അമ്മ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയും പിന്നീട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. പ്രമുഖ നടിമാർ ഉൾപ്പെടെയുള്ളവർ അമ്മ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിക്കുകയും പിന്നീട് WCC എന്ന സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഇത് മലയാള സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിന് ഒരു പുതിയ ദിശാബോധം നൽകി. കേസിന്റെ വിധി വരാനിരിക്കുന്ന ഈ ഘട്ടത്തിൽ അന്നത്തെ അമ്മയുടെ നേതാക്കളുടെ പ്രസ്താവനകൾ വീണ്ടും ഓർത്തെടുക്കുന്നത് ഒരു കൂട്ടായ്മ എന്ന നിലയിൽ അവർക്ക് സംഭവിച്ച ധാർമ്മികമായ പരാജയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരംഗം ഇത്ര വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നതിൽ സംഘടനയുടെ നേതൃത്വം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന വിമർശനത്തിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്.